നേരെ വീട്ടിക്ക് പോരേളാ ഇല്ല ഹണിമൂണാ? ഗുരുവായൂരൊന്ന് പോയി തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക്. യാത്ര പറയാൻ നിൽക്കുന്നില്ല, സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം. വരണം, ഒരുമിച്ച് തന്നെ വരണം. അച്ചടാ വെക്കത്തെ പറ കൗസു എങ്ങളെല്ലാം മറന്നിടാതമ്മാ. നിങ്ങളുടെ നാട്ടുകാരി ചെറുപ്പുളശ്ശേരി ലീലാമണിക്ക് സംഗീത നാരീമണി പുരസ്കാരം. ആളിന്റെ പടമുണ്ട്. മഹാഭാവി, അവള് ചത്തുന്നോട് നുണ പറഞ്ഞതാ അല്ലേ? ദുഷ്ട, എന്നെ ചതിച്ചു കൂടെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ അല്ലേ? ഞാനില്ല. ഇത്രയും കാലം പത്രം കറണ്ട് ഇന്ന് മൂങ്ങേപ്പോലെ ഇരുന്നിട്ട് ഇന്നിപ്പോ വാ തുറന്ന ഇതിനു വേണ്ടിയായിരുന്നു ചന്ദ്രമണിയമ്മേ. കൗസല്യമ്മേ, ടീച്ചർ എന്നെ പിന്തിരിപ്പിക്കരുത്. കൗസു, എന്താ നുണയാ? ഞാൻ നുണ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് സത്യമാണ്. ലീലാമണി മരിച്ചു. എന്റെ മനസ്സിൽ ലീലാമണി മരിച്ചു കഴിഞ്ഞു. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. ചെല്ലേ. ആ പറഞ്ഞത് വിശ്വസിക്കാം, കാരണം അതൊരാണ് പറയുന്നതാ. പോയി ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കേ. പുള്ളിക്കാരൻ ഇനി വല്ല ഏനക്കിഴഞ്ഞു ഇറങ്ങി പുറപ്പെട്ട അറിയിച്ചാ മതി. ആ, പോയി നോക്കാം. നടക്ക് മനുഷ്യ. എങ്ങനെ പിരിച്ചുവിട്ടോ? ഡെപ്പോസിറ്റ് പണം വാങ്ങിച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അയാളെ പ്രോപ്പർട്ടി വിറ്റു. അപ്പോ നമ്മ കാലി ചെയ്യണമാ? ഏറാടിക്ക് എന്തോ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാ ആരോ റൂളിംഗ് പാർട്ടിയുടെ ആളുകൾ പുറകിലുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കുന്ന കാര്യം ആരോ പണം വാങ്ങിച്ചേറ്റിരിക്കുന്നു. ഒഴിയേണ്ടി വന്ന എങ്ങോട്ട് പോകും? വിവേകം കൂടി പോയാ പിന്നെ ആരോടാ നമ്മള്? എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. നിങ്ങളൊക്കെ പെരുവഴിയിലേക്ക് ഇറങ്ങും മുമ്പ് എനിക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ഇടമൊന്നുമില്ല. പെറ്റമ്മയോ പോറ്റമ്മയോ ഇല്ലാതെ വളർന്നവന് ഇപ്പൊ ഒരുപാട് അമ്മമാരുണ്ട്. അവരെ നഷ്ടപ്പെടുക, അവരെയൊക്കെ മറക്കുക, അതൊന്നും എളുപ്പമല്ല എനിക്ക്. ഇവിടെ ഏതോ ഫ്ലാറ്റ് കെട്ടാമുണ്ട്, അതിന്റെ ആൾക്കാർ വന്നൊരു ബോർഡും കുഴിച്ചിട്ടിരിക്കണ്. അപ്പൊ അത് പൂട്ടാൻ പോവാ. അറിയാം. ആ ഉവ്വ് മനസ്സിലായി. ഞാനിപ്പോ ആ പറഞ്ഞ സൈറ്റിലാ. അതെ, ഞങ്ങൾ 3 പേരുണ്ട്. കാണാം. അയ്യോ പിന്നെന്താ, ബൈ. ഒരു പേപ്പർ ആഡ് പോലും വേണ്ടിവല്ലെന്നാ തോന്നുന്നത്. അതുപോലെ എൻക്വയറി. സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഈസി ആയിട്ട് 200 രൂപ കൂട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ട്രെൻഡ് ഇതാന്ന് വെച്ചാൽ പിന്നെ അത് ക്യാഷ് ചെയ്യണ്ടേ? തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പൊ തന്നെ ഈ ടൗണിൽ ഇത് മാക്സിമം പ്രൈസ് ആണ്. പിന്നെ ബീച്ച് ഏരിയയിൽ കോമ്പറ്റ് ചെയ്യാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് കോമൺ ലിവിംഗ് ഏരിയ ഇത്ര വേണോ? ഓരോ ഫ്ലോറിലും കുറെ സ്ഥലം വിടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചിട്ട് സീ ഫേസിംഗ് ബാൽക്കണി വലുതാക്കി എടുത്താലോ? ഒന്നിരിക്കണം ആ ആർക്കിടെക്റ്റുമായിട്ട്. അങ്ങനെ വേറെയും ചിലതുണ്ട്. നിങ്ങളെന്താ ഇന്ന് തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങാണോ? അറ്റ് ഏർലിയസ്റ്റ്. എത്രയും വേഗം തുടങ്ങാൻ കഴിയുമോ അത്രയും വേഗം. ആരാ? ഇവിടെ ഒരു സ്ഥാപനം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതൊരു കടയല്ല, ഒരു വീടാണ്. വീടില്ലാത്ത കുറെ അധികം അമ്മമാർ താമസിക്കുന്ന ഒരു വീട്. അറിയാം. അവരെ ഒഴിപ്പിക്കാൻ ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കെല്ലാം ക്ലിയർ ചെയ്യുമെന്നാണ് ഏറാടി പറഞ്ഞിരിക്കുന്നത്. ഏറാടിക്ക് അങ്ങനെ പെരുവഴിയിലേക്ക് പിടിച്ച് തള്ളാൻ പറ്റില്ല അവരെ. അല്ല, ഇയാൾ ആരാ? എന്താ ഇയാളുടെ പ്രശ്നം? വിവേക്, അതാണ് എന്റെ പേര്. ഇവിടുത്തെ ഇൻമേറ്റ്സിനെ മറ്റൊരു സ്ഥലം കണ്ടെത്തി മാറ്റി പാർപ്പിച്ചതിന് ശേഷമേ നിങ്ങൾ ഇവിടെ കയറി പണി തുടങ്ങാവൂ. അത് നിങ്ങൾ ഏറാടിയോടാണ് സംസാരിക്കേണ്ടത്. സ്വയം ഒഴിഞ്ഞു തരുമ്പോൾ ഇവരെവിടേക്ക് മാറ്റണം എന്നതൊക്കെ അയാളുടെ ജോലിയാണ്. ഹോപ്പ് യു ഗോട്ട് മി മിസ്റ്റർ വിവേക്. ശ്രീനി താമ്പാ, ചുമ്മാ വഴിയെ പോകുന്നതിനൊക്കെ ചോദിക്കുന്നതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുന്നു. ആ ബോർഡും കൂടെ കൊണ്ടുപോകണം പോകുമ്പോ. നിങ്ങൾ അതിന്റെ ഉടമസ്ഥരാവുന്ന അന്ന് മതി അതോടെ സ്ഥാപിക്കുന്നത്. ഇയാളെന്താ വിരട്ടുന്നു? തല്ലും ഞാൻ. ഇവിടെ ആരാ ഒരു വിവേക്? ഞാനാണ്. നീങ്ങ വാ. നീ ഇവിടുത്തെ ആരാ എന്ന് വെച്ചാ നിനക്ക് എന്താ ഇവിടെ പണി?
ഞാനിതിന്റെ മാനേജറാണ്. അല്ലല്ലോ, അല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറാടി, ഇയാള് പറയുന്നു ഇയാൾ ഇതിന്റെ മാനേജറാണെന്ന്. ആണോ? അല്ല, കുറച്ചു നേരത്തെ പിരിച്ചുവിട്ടു. ഇപ്പോഴോ? നിന്നോട് ഞാൻ ഓഫീസിൽ വന്ന് ഡെപ്പോസിറ്റ് വാങ്ങിച്ച് പോയിക്കോളാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? എനിക്കങ്ങനെ പോകാൻ പറ്റില്ല. ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അത് ഹീറോയിസം. കരക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആളാവാൻ നോക്കൽ. അതിന് ചികിത്സ നടത്തുന്നവരാ ഞങ്ങൾ. നീ ഇദ്ദേഹത്തെ തല്ലൂന്ന് പറഞ്ഞു. പറഞ്ഞോടാ. പറഞ്ഞു. നീ തല്ലൂടാ. നീ എന്താടാ ഒരുമാതിരി നോക്കുന്നത്? കഴുകരുടെ മോനെ ഇടിച്ച് കൂമ്പിയാൻ കലക്കും. വേണ്ട സാർ, ഒന്നും ചെയ്യരുത്. അത് ഞാൻ തീരുമാനിക്കും. ഞങ്ങൾ കൈവച്ച സ്ഥിതിക്ക് പിന്നെ അവന്റെ ഇടകെട്ടുണ്ടാക്കണ്ട. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളെ ഇവിടുന്ന് അങ്ങനെ ഇറക്കി വിടാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറയാൻ ഇവനാര്? നിങ്ങൾ ഇവനെ ഏൽപ്പിച്ചിരിക്കുകയാണോ കാര്യങ്ങൾ നേരെയാക്കാൻ? മറ്റാരുമില്ല സാർ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ. ആരും ഏറ്റെടുക്കാനില്ലാത്ത പ്രശ്നങ്ങൾ മുഴുവൻ ഏറ്റെടുക്കാൻ നടക്കാനോടാ നീ? ഇവരെന്താ നിങ്ങൾ കൊണ്ടുവച്ച ബോർഡ് പിടിച്ചു കളഞ്ഞു? നടക്കടാ അങ്ങോട്ട്. നടക്കടാ മോനെ. സാറില്ല. മൊബൈലിൽ വിളിച്ചു നോക്കൂ. ദയവ് വിചാരിച്ച് ആ നമ്പർ ഒന്ന് തരാമോ? മോഹൻ പോൾ. സാർ, ഞാൻ സെന്റ് മൈക്കിൾസ് സാറിനെ പഠിപ്പിച്ച മേരിക്കുട്ടിയാണ്. ടീച്ചർ? മോഹൻ ടീച്ചർ. മോഹൻ പോൾ. സാർ, എന്നതാ വിളിച്ചേ? ഒടയമ്പരാന് നിരക്കാത്തൊന്നും പറയല്ലേ ടീച്ചർ. ഞാനാ പഴയ മോഹനാ, കറുകമ്പള്ളി പോളച്ചന്റെ ഇളയ മോൻ. മാത്സ് പീരീഡിൽ എന്നും ടീച്ചറിന്റെ തെറിവിളി കേട്ടിരുന്നവൻ. ഈ വലം കൈയിൽ ഒരു ചൂരൽ പൊട്ടും വരെ തല്ലു മേടിച്ചിട്ടുള്ള വികൃതി പയ്യൻ. തലവര തെളിഞ്ഞതുകൊണ്ടോ അമ്മച്ചി മുട്ടിപ്പായി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥന കൊണ്ടതിന്റെയോ ഇന്നിപ്പോ ജില്ല ഭരിക്കുന്ന കളക്ടറാ. പക്ഷെ ഇപ്പൊ വിളിച്ചതുപോലെ സാറെന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. പണ്ട് ഞങ്ങൾ ബാസ്കറ്റ് ബോൾ കോർട്ടിലിട്ട് ടീച്ചറിന്റെ കോലം കത്തിച്ച് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, പാതിരയ്ക്ക് ആരും അറിയാതെ. ഞാൻ ഇപ്പോഴും വിളിക്കും, മേരിക്കുട്ടി ടീച്ചർ നീതി പാലിക്കുകയെന്ന്. വിളിക്കണോ? സന്തോഷായി. ഓർമ്മ കാണുമെന്ന് പോലും സംശയമായിരുന്നു. കുറച്ചു നാളു മുമ്പ് കല്ലടയച്ചനെ കണ്ടായിരുന്നു. അദ്ദേഹമാ ഓഫീസിലെയും വീട്ടിലെയും നമ്പരൊക്കെ തന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മേരിക്കുട്ടി വിളിക്കാൻ മടിക്കണ്ടെന്നും പറഞ്ഞു. ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയാന്നേ. ഇപ്പൊ നിവൃത്തികേടുകൊണ്ടാ. അത് കൊള്ളാം. എന്തോന്ന് ബുദ്ധിമുട്ടാ ടീച്ചറെ? പറഞ്ഞാട്ടെ, ഞാൻ എന്നാ വേണ്ടത്?